ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയായി. ഇന്ത്യ എന്നും ഭൂട്ടാന്റെ വിശ്വസ്ത സുഹൃത്തും പങ്കാളിയുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ അവലോകന യോഗം പുരോഗമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ അവസരം. ആഗോള താപനത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പായി ഇന്ന് ഭൌമമണിക്കൂർ ആചരിക്കണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയായി. ഭൂട്ടാനിലെ തിംഫുവിൽ ഇന്ത്യൻ സർക്കാരിന്റെ സഹായത്തോടെ നിർമ്മിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയും ചടങ്ങിൽ സന്നിഹിതനായി. ഇന്ത്യ ഭൂട്ടാൻ സൌഹൃദത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്നതായിരുന്നു തന്റെ സന്ദർശനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ എന്നും ഭൂട്ടാന്റെ വിശ്വസ്ത സുഹൃത്തും പങ്കാളിയുമായിരിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം സഹകരണം തുടരാനും ഇന്ത്യയും ഭൂട്ടാനും ധാരണയായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ അവലോകന യോഗം പുരോഗമിക്കുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ജില്ലാ ഇലക്ഷൻ ഓഫീസർ, പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവികൾ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി പര്യടനം സജീവമായി. വരും ദിവസങ്ങളിൽ മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ എത്തുന്നതോടെ പ്രചാരണം കനക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും ചൂടേറിയ പ്രചാരണത്തിലാണ്. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തുകയാണ്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥന നടത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ക്യാമ്പസും അദ്ദേഹം സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കമുകിൻകോട് ദുർഗാദേവി ക്ഷേത്രം, PN പണിക്കർ ഫൗണ്ടേഷൻ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. വിവിധ പ്രചാരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. കുണ്ടറ, ഇരവിപുരം മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം. കൊല്ലം നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് LDF സ്ഥാനാർത്ഥി M മുകേഷിന്റെ ഇന്നത്തെ പര്യടനം. അതേസമയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത NDA നിയോജക മണ്ഡലം തല നേതൃയോഗങ്ങൾ പൂർത്തിയാക്കി. ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇന്ന് മാടക്കത്തറ, മണ്ണുത്തി എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. തുടർന്ന് പാണഞ്ചേരി, നടത്തറ എന്നീ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനങ്ങളെ നേരിട്ട് കാണുന്നതിന്റെ ഭാഗമായി നാട്ടിക, ചേർപ്പ് എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് എത്തിച്ചേരുക. LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ജനങ്ങളെ നേരിട്ട് കാണുന്നതിനുള്ള തിരക്കിലാണ്. ഇന്ന് പൊതുപരിപാടികൾ ഒഴിവാക്കി ബന്ധുവീടുകളിലും മറ്റുമായുള്ള വോട്ടഭ്യർത്ഥനയ്ക്കായാണ് അദ്ദേഹം മാറ്റിവച്ചിരിക്കുന്നത്. ജില്ലയിൽ 1194 ലൊക്കേഷനുകളിലായി 2319 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും 10% മാതൃകാ പോളിംഗ് ബൂത്തുകളും ഇത്തവണ സജ്ജമാക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിച്ചു വരികയാണ്. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്ന പ്രചാരണം വ്യാപകമായതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമായി മാറുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ അതിനുള്ള അവസരമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. voters.eci.gov.in എന്ന പോർട്ടൽ വഴിയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചും ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഈ മാസം 28-നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. ഊർജ്ജ സംരക്ഷണത്തിനായി ആഗോള ജനത ഒരുമിക്കുന്ന ഭൌമമണിക്കൂർ ആചരണം ഇന്ന്. ആഗോള താപനത്തിനെതിരെ ഭൌമമണിക്കൂർ ആചരിക്കാൻ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി ആഹ്വാനം ചെയ്തു. വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഭൌമമണിക്കൂർ എന്ന ആചരണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് രാത്രി 8:30 മുതൽ 9:30 വരെ അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുത വിളക്കുകളും ഉപകരണങ്ങളും 1 മണിക്കൂർ സമയം അണച്ച് ഭൂമിയെ ആഗോള താപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും രക്ഷിക്കാനുള്ള സംരംഭത്തിൽ പങ്കാളികളാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആരംഭിച്ച ഈ സംരംഭത്തിൽ 190-ൽ പരം ലോകരാഷ്ട്രങ്ങൾ പങ്കുചേരുന്നു. ഭൌമമണിക്കൂർ ആചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മാനവീയം വീതിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ മാനവീയം വീതി മുതൽ ഉള്ളൂർ വരെ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. വൈകിട്ട് 5 മുതൽ വിവിധ പരിപാടികൾ നടക്കും. നിയമസഭാ മന്ദിരത്തിലും കേരള സർവകലാശാല തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങളും ഭൌമമണിക്കൂർ ആചരണത്തിൽ പങ്കാളികളാകും.
ക്രമക്കേടുകൾ നടത്തിയതിന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള 20 സ്കൂളുകളുടെ അംഗീകാരം CBSE റദ്ദാക്കി. PVS പബ്ലിക് സ്കൂൾ മലപ്പുറം, മദർ തെരേസ സെൻട്രൽ സ്കൂൾ തിരുവനന്തപുരം എന്നിവയാണ് കേരളത്തിൽ നിന്ന് അംഗീകാരം നഷ്ടമായ സ്കൂളുകൾ. ഡൽഹിയിൽ മാത്രം 5 സ്കൂളുകളുടെ അംഗീകാരമാണ് റദ്ദാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മതത്തെ പൌരത്വത്തിന് അടിസ്ഥാനമാക്കുന്ന വർഗീയ നിയമം നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചുള്ള CAA വിരുദ്ധ ബഹുജന റാലി ഇന്ന് കാഞ്ഞങ്ങാട്ട് നടക്കും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള റാലി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. ജലക്ഷാമമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഭക്ഷണവും മറ്റു പാനീയങ്ങളും ശുചിയോടെ ഉപയോഗിക്കണം. ജലമലിനീകരണം തടയാനും മാലിന്യം കുന്നുകൂട്ടിയിടാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഹോളി പ്രമാണിച്ച് കൊച്ചുവേളിയിൽ നിന്ന് ഈ മാസം 26, 29, ഏപ്രിൽ 2, 5 ദിവസങ്ങളിൽ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവരുത്തി മലനടയിലെ മലക്കുട മഹോത്സവം ആചാരപരമായ ചടങ്ങുകളോടെ നടന്നു. കാർഷിക പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളായ കെട്ടുകാളകളും നെടുംകുതിരകളും പാടം താണ്ടി കുന്നുകയറുന്നത് കൗതുക കാഴ്ചയായി. പാടവും തോടും ഉത്സവപ്പറമ്പാകുന്ന ഗ്രാമീണ ഉത്സവാനുഭവത്തിന്റെ ഭാഗമാകാൻ ഇക്കുറിയും 10,000 എത്തി. കൊല്ലം ജോനകപ്പുറം ഹാർബറിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്കിടിച്ചു കയറി ഭിന്നശേഷിക്കാരൻ മരിച്ചു. തമിഴ്നാട് കൊടമംഗലം സ്വദേശി പരശുറാമാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പരിക്കേറ്റ 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ മട്ടന്നൂർ കോളാരി കൊക്കയിൽ പോലീസിനെ കണ്ട് മോഷ്ടിച്ച ചന്ദനത്തടികൾ ഉപേക്ഷിച്ച് കടന്നവരിൽ ഒരാൾ കൂടി പിടിയിലായി. മട്ടന്നൂർ നെല്ലൂന്നിലെ വിഷ്ണുവാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ 14 പുലർച്ചെയാണ് സംഭവം. ചന്ദനത്തടികൾ മുറിച്ച് സ്കൂട്ടറിൽ കടത്തുന്നതിനിടയിൽ പോലീസിനെ കണ്ട് വാഹനം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഈ കേസിൽപ്പെട്ട കാഞ്ഞിരോട് സ്വദേശി മുഹമ്മദ് റാഫി നേരത്തെ പിടിയിലായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന K-സ്മാർട്ടിലൂടെ നികുതി ഫീസ് ഇനത്തിൽ 386.21 കോടി രൂപ പിരിച്ചെടുത്തു. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിലും 87 നഗരസഭയിലും ജനുവരി 1 മുതൽ K-സ്മാർട്ട് സേവനം ലഭ്യമാണ്. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മൊഹാലിയിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും രാത്രി 7:30 കൊൽക്കത്തയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. ഇന്നലെ രാത്രി നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഈ മാസം 28 പ്രത്യേക CBI കോടതിയിൽ വീണ്ടും ഹാജരാക്കും. ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക നിർദ്ദേശിച്ച പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ അമേരിക്കയുടെ ശ്രമങ്ങൾ കപടവും നിഷ്ഫലവുമാണെന്ന് റഷ്യ കുറ്റപ്പെടുത്തി. 15 അംഗ രക്ഷാസമിതിയിൽ 11 അംഗങ്ങൾ അനുകൂലിച്ചും 3 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഒരാൾ വിട്ടുനിന്നു. ഗാസയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് UN രക്ഷാസമിതി ഇതിനകം 2 പ്രമേയങ്ങൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ അവ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നതല്ല. വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന 3 പ്രമേയങ്ങൾ നേരത്തെ അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകം. സംഗീത നിശ നടക്കാനിരുന്ന വേദിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 60-ലേറെ പേർ കൊല്ലപ്പെട്ടു. ISIS ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഭീകരാക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്തുന്നതിന് റഷ്യയുമായി സജീവമായി സഹകരിക്കാൻ എല്ലാ രാജ്യങ്ങളോടും ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി ആവശ്യപ്പെട്ടു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, UK, ഫ്രാൻസ്, സ്പെയിൻ, UAE തുടങ്ങിയ രാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽമഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ഈ മാസം 26 വരെ ശക്തമായ മഴയും ഇടിമിന്നലും തുടരുമെന്നും അറിയിപ്പിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയായി. ഇന്ത്യയെന്നും ഭൂട്ടാന്റെ വിശ്വസ്ത സുഹൃത്തും പങ്കാളിയുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ അവലോകന യോഗം പുരോഗമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ അവസരം. ആഗോളതാപനത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുമായി ഇന്ന് ഭൌമമണിക്കൂർ ആചരിക്കണമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.